നമസ്കാരം. ഈ ആഴ്ചയിലെ കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ വിശുദ്ധവാരവും ഈസ്റ്ററും ഭക്തിപൂർവ്വം ആചരിച്ചു. ഫിലാഡൽഫിയ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് കണ്ടനാട് ഭദ്രാസന മെത്രോപൊലീത്ത മാത്യൂസ് മാർ സേവേറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴികളെയും നിന്നെ യുമാറാകട്ടെ. സംഗതി മറ്റൊന്നുമല്ല, സിമ്പിൾ മെസ്സേജ്. കുരിശിൽ നിന്ന് കിട്ടുന്നതും ക്രിസ്തുവിനെ ആദരിക്കുന്നവരും യേശു ക്രിസ്തുവിന്റെ ജീവിതചരിത്രത്തിൽ മുഴുവൻ അനുരക്തരായി ബാപ്റ്റൈസ് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന മനസ്സിന്റെ സന്തോഷം ഒന്ന് മാത്രമാണ്. ഫിലാഡൽഫിയ സെയിന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിൽ ഫാദർ ജോൺ മേലേപ്പുറം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. മാലാഖ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, കുരിശ് തറയ്ക്കപ്പെട്ട ഈശോയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം. ഈശോ ഇവിടെയില്ല, നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു, നാഥനുയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. ഫിലാഡൽഫിയ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ റവറൻ കെ മത്തായി കോറക്തിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം നൽകി. സൗത്ത് ഫ്ലോറിഡ കോറൽ സ്പ്രിംഗ് സീറോ മലബാർ ദേവാലയത്തിലെ ശുശ്രൂഷകൾ രൂപതാ വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോർജ് മടത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും വികാരി ഫാദർ സക്കറിയാസ് തോട്ടുവയലിന്റെ നേതൃത്വത്തിലും നടത്തപ്പെട്ടു. സൈന്യത്തിൻ കർത്താവ് എഴുന്നള്ളുന്നു, ലോകനായകനാം നാഥൻ എഴുന്നള്ളുന്നു. ഡാലസ് സെയിന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിൽ വികാരി ഫാദർ ജോർജി കണിയാമ്പടിക്കലിന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനയായ മഹിമയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. അമേരിക്കൻ ഗവൺമെന്റ് 2010 ഫിസ്ക്കൽ ഇയറിലേക്ക് അനുവദിച്ചിട്ടുള്ള H-1B വിസകൾക്കായി ഏതാണ്ട് പകുതിയിൽ കൂടുതൽ അപേക്ഷകൾ ഏപ്രിൽ 7 മുമ്പായി തന്നെ ലഭിച്ചു കഴിഞ്ഞതായി ഏപ്രിൽ 7 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ KG ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഫിലാഡൽഫിയയിലെ അമേരിക്കൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച് ഉന്നതതല സംഭാഷണങ്ങൾ നടത്തി.
very much. And Mr. Justice of the Academy should have ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട KG ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല നയതന്ത്ര പ്രതിനിധി സംഘം അമേരിക്കൻ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിയമപരമായ കാര്യങ്ങളിൽ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ഫിലഡൽഫിയയിലെ അമേരിക്കൻ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചർച്ചയ്ക്കിടയിൽ കൈരളി TVക്ക് വേണ്ടി പ്രത്യേകം അനുവദിച്ച അഭിമുഖത്തിൽ നിന്ന് നമ്മോടൊപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ റിസർച്ചർ മിസ്റ്റർ പ്രശാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കയിലെ വിവിധ നിയമ പരിശീലന കേന്ദ്രങ്ങളുമായി നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു. ഈ ധാരണാപത്രത്തിലൂടെ കേരളത്തിലെ ഇന്ത്യയിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് അമേരിക്കയിൽ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ കൂടി പരിശീലനം ലഭിക്കുവാനും അതോടൊപ്പം നിയമ വിദ്യാഭ്യാസ ഗവേഷണ കാര്യങ്ങളിൽ നമുക്ക് പുരോഗതിക്ക് വേണ്ടി അമേരിക്ക പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ധാരണാപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് അസൻഷൻ മർത്തോമ ചർച്ച് ഓൾ സ്റ്റാർ ബാസ്കറ്റ്ബോൾ പെൻസിൽവേനിയയിലെ വെസ്റ്റ് ചെസ്റ്ററിൽ വെച്ച് നടത്തപ്പെട്ടു. പുരുഷ വിഭാഗത്തിൽ ലോങ് ഐലൻഡ് സെയിന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ടീം ഫിലാഡൽഫിയ സെയിന്റ് തോമസ് സീറോ മലബാർ ചർച്ച് ടീമിനെ പരാജയപ്പെടുത്തി വിജയികളായി. സ്ത്രീകളുടെ വിഭാഗത്തിൽ യോങ്കേഴ്സ് സെയിന്റ് തോമസ് മർത്തോമ ചർച്ച് ടീം അസൻഷൻ മർത്തോമ ചർച്ചിനെ പരാജയപ്പെടുത്തി വിജയികളായി. ആൽമ ഡിജിറ്റൽ വിഷൻ ഉടമ അലക്സ് മാത്യു വിജയികൾക്ക് സമ്മാനദാനം നടത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സ്വരൂപിക്കുന്ന ഈ ടൂർണമെന്റിന്റെ ഇത്തവണത്തെ സംഭാവന സെയിന്റ് ജൂഡ് ചിൽഡ്രൻസ് റിസർച്ച് ഹോസ്പിറ്റലിന് നൽകുന്നതായിരിക്കും. ഡാലസ് സെയിന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ചിന്റെ പുതിയ ദേവാലയ നിർമ്മാണത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട റാഫിൾ നറുക്കെടുപ്പ് ഈസ്റ്റർ ദിനാഘോഷങ്ങൾക്ക് ശേഷം വികാരി ഫാദർ ജോജി കണിയാമ്പടിക്കലിന്റെയും വിവിധ കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ഒന്നാം സമ്മാനമായ ലെക്സസ് കാർ ഫ്ലോറിഡയിൽ നിന്നുള്ള അനിത ജോസഫിനും രണ്ടാം സമ്മാനമായ LCD TV ജോർജിയയിൽ നിന്നുള്ള ടോണി മാത്യുവിനും മൂന്നാം സമ്മാനമായ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മിഷിഗണിൽ നിന്നുള്ള പോൾ ഡാൽഫസിനും ലഭിച്ചു. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 5ാമത് കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് വാഷിംഗ്ടൺ DC-യിലെ വിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് KHNA പ്രസിഡന്റ് രാംദാസ് പിള്ള നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീ MG മേനോന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ സമ്മേളനത്തിൽ ശ്രീമതി സത്യ മേനോൻ പ്രാർത്ഥനാഗാനം ആലപിച്ചു. MG മേനോൻ സദസ്സിന് സ്വാഗതം ആശംസിച്ചു. വാഷിംഗ്ടൺ DC-യിലുള്ള വിവിധ ഹിന്ദു സംഘടനാ നേതാക്കൾ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന കൺവെൻഷന് എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. ഫിലഡൽഫിയയിൽ ജൂലൈ 17 മുതൽ 19 വരെ നടക്കുന്ന SMCC നാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായി നടന്ന സൗത്ത് ഫ്ലോറിഡ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഫ്ലോറിഡ കോറൽ സ്പ്രിംഗ് ആരോഗ്യമാത ദേവാലയത്തിൽ വെച്ച് രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോർജ് മടത്തിപ്പറമ്പിൽ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ സക്കറിയാസ് തോട്ടുവയലിൽ, SMCC നാഷണൽ ജോയിന്റ് സെക്രട്ടറി ജോയി കുറ്റ്യാനി, SMCC ഫ്ലോറിഡ ചാപ്റ്റർ സെക്രട്ടറി ജോർജ് ജോസഫ് എന്നിവർ സംസാരിച്ചു. SMCC ചാപ്റ്റർ ഭാരവാഹികളായ ബേബി നടയിൽ, ലൂക്കോസ് പൈനങ്കൽ, കുട്ടിയച്ചൻ വെമ്പാല, ജയിച്ചൻ ചെറിയാൻ, ഷൈനി ആന്റണി, ഗ്രേസി ജോർജ്, മേരി ജോസഫ് എന്നിവർ രജിസ്ട്രേഷൻ കിക്ക് ഓഫിന് നേതൃത്വം നൽകി. ടൊറാന്റോ മലയാളി സമാജത്തിന്റെ 40ാം വാർഷികം സ്കാർബറോയിലുള്ള സെയിന്റ് പീറ്റർ ആൻഡ് പോൾ ബാങ്കറ്റ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധികൾ, കനേഡിയൻ പാർലമെന്റ് അംഗങ്ങൾ, കൂടാതെ ഫൊക്കാനിയെ പ്രതിനിധീകരിച്ച് പോൾ കറുകപ്പള്ളി തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. 40 വർഷത്തോളം സമാജത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച മുൻകാല പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് നിരവധി കലാസംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ നടത്തപ്പെട്ടു. ഇന്ത്യ പ്രസ് ക്ലബിന്റെ നാഷണൽ പ്രസിഡന്റായ ജോസ് കണിയാലി കൈരളി TVയുടെ ശുഭദിനം പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുന്നു. ഏപ്രിൽ 20-ന് ന്യൂയോർക്ക് ടൈം രാത്രി 10 മണിക്കാണ് ഈ പരിപാടി അമേരിക്കയിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. കമ്മ്യൂണിറ്റി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.